ഈശോ മിശിഹായ്ക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒത്തിരി സന്തോഷം. പ്രഭാതത്തിൽ നിങ്ങളെ എല്ലാവരെയും ഒന്നിച്ച് കാണുവാൻ കഴിഞ്ഞ ആഴ്ച നമുക്ക് തടസ്സമായിരുന്നു. ഈ ആഴ്ചയിൽ നിങ്ങളെല്ലാവരും രാവിലെ തന്നെ എത്തിച്ചേർന്നു. പ്രത്യേകം നന്ദി പറയുകയാണ്. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവാൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവാൻ. ഹല്ലേലൂയ. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവാൻ. കർത്താവിനെ ഞാൻ മേൽക്കുമേൽ പുകഴ്ത്തും. ഞാനെന്നും പ്രത്യാശ ഉള്ളവനായിരിക്കും. ഈ വചനത്തോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് വേണ്ടി ദൈവവചനം പങ്കുവയ്ക്കുന്ന ബഹുമാനപ്പെട്ട ലാൽ തോമസ് അച്ഛനെ നമുക്ക് സന്തോഷപൂർവ്വം സമർപ്പിക്കാം. അച്ഛൻ കഴിഞ്ഞ 2 വർഷം മുമ്പ് നമുക്കിവിടെ ശുശ്രൂഷയ്ക്കായിട്ട് എത്തിയത് ഓർക്കുകയാണ്. ഇപ്പോൾ അച്ഛൻ്റെ കൂടെ വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ബിജു ബ്രദർ നമുക്ക് വേണ്ടി പ്രൈസ് ആൻഡ് വർഷിപ്പ് നമ്മളെ കർത്താവിനെ വചനം കേൾക്കാനായിട്ട് ഒരുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനും അത് സമൃദ്ധമായിട്ട് ഉണ്ടാകുവാനാണെന്ന് സോനാൻ്റെ സുവിശേഷത്തിലൂടെ നാം വായിക്കുന്നുണ്ട്. ആ ജീവൻ, കർത്താവിൻ്റെ ജീവൻ നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. ആ ജീവൻ നമ്മൾ ജ്വലിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ ജ്വലിച്ച് ഇറങ്ങണം. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയും സ്നേഹന്മാരും ഒരുമിച്ച് സ്നേഹന്മാരിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർ ഏക മനസ്സോടെ ഒരേ സ്വരത്തോടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ മധ്യേ തീ നാവ് ഇറങ്ങി വന്നു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ശക്തിയോടെ ഇടിവെട്ടുന്നത് പോലെ ഒന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ച്, എൻ്റെ ഹൃദയത്തെ, എൻ്റെ മനസ്സിനെ, എൻ്റെ ശരീരത്തെ, എൻ്റെ ആത്മാവിനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് നിറയ്ക്കണമേ. ആകാശത്തോടെ ആഗ്രഹത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, റീമേനിഷി ഹല്ലേലൂയ, യേശുവേ ദീപിനി മഹാ, ഹല്ലേലൂയ, 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 യേശുവേ ദി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 , ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കട്ടെ, സ്വരമുയരട്ടെ. ഇടിവെട്ടുന്ന പോലെ സ്തുതിക്കട്ടെ കർത്താവിനെ, ഇടിവെട്ടുന്ന പോലെ കർത്താവ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അഭിഷേകം ഒഴുകട്ടെ കർത്താവ്. വിടുതൽ സംഭവിക്കട്ടെ കർത്താവ്. രോഗസൗഖ്യം ലഭിക്കട്ടെ കർത്താവ്. അന്ധകാര ശക്തികൾ മാറട്ടെ, പൈശാചിക പീഡകൾ മാറട്ടെ. യേശുവേ, നിന്റെ തിരുരക്തം ഈ നിമിഷം ഈ കുട്ടായ്മയുടെ മേല് ഒഴുകട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ജനത്തിന്റെ മേലും അങ്ങയുടെ രക്തം ഒഴുകട്ടെ. അപ്പാ, ഒഴുകട്ടെ. സൗഖ്യം, വിടുതൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ കരമടിച്ച് കൊടുങ്കാറ്റായി വീശണമേ, അന്നനദിയായി ഒഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവേ, നിന്നാത്മാവ നിറച്ചിടണേ, നിറച്ചിടണേ. ഒരിക്കൽ കൂടി നമുക്ക് കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അരികിലേക്ക് വരുവാൻ സാധിക്കുകയില്ല എന്നരുളി ചെയ്ത ഈശോ നമ്മെ ഇന്ന് ഈ വചന കൂടാരത്തിലേക്ക് തൻ്റെ അനുഗ്രഹത്തിൻ്റെ നിറവിൽ വഴി നടത്തുവാനായി കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ഈശോയോട് നന്ദി പറയാം. ദൈവം നമ്മെ സ്നേഹിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് തന്നോടൊപ്പം ആയിരിക്കുവാനായിട്ട് അവിടുന്ന് നമ്മെ വിളിച്ചിരിക്കുന്ന. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുക. തനിക്ക് ഇഷ്ടമുള്ളവരെ അവൻ തൻ്റെ അരികിലേക്ക് വിളിച്ചു, തന്നോട് കൂടെയായിരിക്കുവാനും തനിക്ക് വേണ്ടി അയക്കപ്പെടുവാനും. കൂടെയായിരിക്കുവാനായിട്ട് ദൈവം എന്നീ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിൽ ഈ തിരഞ്ഞെടുക്കപ്പെട്ട വചന കൂടാരത്തിലേക്ക് നമ്മെ വിളിച്ചു ചേർത്തിരിക്കുകയാണ്.
ആത്മാവിൻ്റെ പുത്തൻ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് പകരുവാനായിട്ട് ഉയർത്തിപ്പിടിച്ച കരങ്ങളോടെ കർത്താവ് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ദൈവവചനത്തിൻ്റെ ശക്തമായ അഭിഷേകം ഈ വരുന്ന മണിക്കൂറുകളിൽ ചൊരിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ പുതുക്കി പണിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശക്തമായിട്ട് എല്ലാവരും സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ കൂട്ടായ്മയിലേക്ക് വ്യാപരിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹെബ്രായർ 4:12 വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങളുടെ കൂട്ടായ്മയിൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജലത്താ കവിടും പോലെ നിറച്ചിടണേ, നിറച്ചിടണേ. നമുക്കൊരു വചനഭാഗം വായിച്ചു കേൾക്കാം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനങ്ങളാണ്. യേശു വീണ്ടും സിനഗോഗിൽ പ്രവേശിച്ചു. കൈ ശോഷിച്ച ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. യേശുവിൽ കുറ്റമാരോപിക്കുന്നതിന് വേണ്ടി സാപത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്ന് അറിയുവാൻ അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. കൈ ശോഷിച്ചവനോട് അവൻ പറഞ്ഞു, എഴുന്നേറ്റ് നടുവിലേക്ക് വരിക. അനന്തരം അവൻ അവരോട് ചോദിച്ചു, സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം? അവർ നിശബ്ദരായിരുന്നു. അവരുടെ ഹൃദയ കാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി, അത് സുഖപ്പെട്ടു. ഫരീസയർ ഉടനെ പുറത്തേക്കിറങ്ങി യേശുവിനെ നശിപ്പിക്കാൻ വേണ്ടി ഹെരോദോസ് പക്ഷക്കാരുമായി ആലോചന നടത്തി. ഹല്ലേലൂയ. ഈ ഒരു വചനഭാഗം ഒരുപക്ഷെ പലപ്പോഴായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഇപ്പോൾ ഈ വചനം വായിച്ചപ്പോഴും ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും, ഇതെനിക്ക് അറിയാവുന്ന വചനമല്ലേ, ഇതിനകത്ത് എന്താണ് ഇത്രമാത്രം പ്രത്യേകത? ഹല്ലേലൂയ. ഞാനിത് ഒരുപാട് പ്രാവശ്യം കേട്ടിരിക്കുന്ന വചനമാണ്. എന്താണ് ഇതിനകത്ത് ഇത്രമാത്രം പ്രത്യേകത? ഈ ദൈവവചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഹൃദയത്തിൻ്റെ ഓരോ വികാരങ്ങളെയും വിചാരങ്ങളെയും തിരിച്ചറിയുവാനും നമ്മുടെയൊക്കെ ജീവിതത്തെ ഗതി തിരിച്ചുവിടുവാനും പുതിയൊരു വഴിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാനും പുതുക്കി പണിയുവാനും പുതിയ ബോധ്യങ്ങൾ തല്ലുവാനും പുതിയൊരു അനുഗ്രഹത്തിൻ്റെ പാതയിലേക്ക് തിരിക്കുവാനായിട്ട് കഴിവുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. അത് കാരണം കൊണ്ട് ഓരോ പ്രാവശ്യവും ഈ ദൈവത്തിൻ്റെ വചനം എൻ്റെ അരികിലേക്ക് കടന്നു വരുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഹൃദയം തുറന്ന വചനത്തെ സ്വീകരിക്കണം. ആ വചനത്തിന് ശക്തിയുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു വചനഭാഗമാണ് ഹെബ്രായർ 4:12 വചനം. കേട്ടിട്ടുണ്ടോ? അതെന്താ അത്? ദൈവത്തിൻ്റെ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് എന്നുള്ള ആ ഒരു വചനം നമുക്കറിയാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ വചനം നമ്മുടെ ജീവിതത്തിലേക്ക്
നമ്മുടെ അരികിലേക്ക് ഓരോ തവണ കടന്നു വരുമ്പോഴും വചനം നമ്മൾ കേൾക്കുമ്പോഴും വചനത്തിനായിട്ട് നമ്മുടെ ഹൃദയത്തെ നമ്മൾ തുറക്കണം. പ്രിയമുള്ളവർ, നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിട്ടായിരിക്കും ദൈവത്തിൻ്റെ വചനം നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കുക. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ പ്രത്യേകിച്ച് 40 മുതലുള്ള വചനങ്ങൾ വായിക്കുന്നു. ഈശോ ലാസറിൻ്റെ കുഴിമാടത്തിനരികിലേക്ക് കടന്നു ചെല്ലുകയാണ്. അറിയാം എല്ലാവർക്കും. ഈശോ ലാസറിൻ്റെ കുഴിമാടത്തിനരികിലേക്ക് കടന്നു ചെന്നു. ഈശോ കടന്നു ചെല്ലുമ്പോൾ ചുറ്റുമുള്ളവർ പറഞ്ഞു, എന്താ പറഞ്ഞേ? മരിച്ചിട്ട് 4 ദിവസമായെന്നാ ഈശോ കേട്ടത്. കുഴിമാടത്തിനരികിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ കുഴിമാടത്തിൻ്റെ അരികിൽ കടന്നു ചെന്നിട്ട് ദൈവത്തിൻ്റെ വചനം കാലത്തിൻ്റെ തികവിൽ സമയത്തിൻ്റെ പൂർണ്ണതയിൽ മാംസം ധരിച്ച് മനുഷ്യനായി എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് കുഴിമാടത്തിനരികിൽ നിന്നിട്ട് ലാസറിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ലാസറേ പുറത്തേക്ക് വരിക. ഹല്ലേലൂയ. പരസ്പരം തൊട്ടുകൊണ്ടെല്ലാവരും ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒന്ന് തൊട്ടേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ആരും എനിക്കിത് പരിചയമുള്ള വചനമാണ്, ഞാൻ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്, ഞാൻ ഒരുപാട് ഇതിനെക്കുറിച്ച് ധ്യാനിച്ചിരിക്കുന്ന വചനങ്ങളാണ്, ഒരുപാട് പ്രസംഗങ്ങൾ കേട്ട് തഴക്കം എന്ന വ്യക്തിയാണെന്ന് പറഞ്ഞ് നിസ്സംഗതയോടെ ദൈവവചനത്തിന് മുമ്പിലായിരിക്കരുത് എന്നുള്ളൊരു കാര്യം ഈ വചന ശുശ്രൂഷയുടെ ആദ്യ മണിക്കൂറിൽ ദൈവം നമ്മളോട് പറഞ്ഞു തരികയാണ്. ദൈവത്തിൻ്റെ വചനം എപ്പോൾ നമ്മുടെ മുമ്പിൽ പ്രഘോഷിക്കപ്പെടുന്നുവോ, വചനത്തിനായിട്ട് ഹൃദയങ്ങൾ തുറക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ ചിന്തിക്കുന്നതിന് അപ്പുറത്തായിരിക്കും ദൈവത്തിൻ്റെ നമ്മുടെ ജീവിതത്തിലുള്ള പ്രവൃത്തികൾ എന്ന് നമ്മൾ തിരിച്ചറിയണം. ലാസറിന്റെ കുഴിമാടത്തിനരികിലേക്ക് കർത്താവ് ചെന്ന് നിൽക്കുമ്പോൾ ചുറ്റുമുള്ളവരും സഹോദരിയും പറയുകയാണ്, 4 ദിവസമായി ലാസർ മരിച്ചിട്ടെന്ന്. കർത്താവ് പറഞ്ഞു, കുഴപ്പമില്ല, കുഴിമാടത്തെ മൂടിയിരുന്ന കല്ലറ മാറ്റുവാനായിട്ട് ഈശോ പറയുകയാ. ഇന്ന് ഈശോ പറയുന്നതും അത് തന്നെയാ. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിലേക്ക് ആഴത്തിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണോ? നിസ്സംഗതയായിരിക്കാം, മടിയായിരിക്കാം, അലസതയായിരിക്കാം, പല വിചാരമായിരിക്കാം, ഉറക്കം തൂങ്ങലായിരിക്കാം, പാപത്തിൻ്റെ അവസ്ഥകളായിരിക്കാം. ഈ മണിക്കൂറിൽ കർത്താവ് പറയുന്നത് ആ കല്ലങ്ങെടുത്ത് മാറ്റുവാനാ. മനുഷ്യൻ്റെ ബുദ്ധിക്ക് അപ്രാപ്യമായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ തക്ക രീതിയിൽ ദൈവം വചനത്തിലൂടെ എന്നോടും നിങ്ങളോടും സംസാരിക്കും. ദൈവം ഇടപെടുമെന്ന് ഈ മണിക്കൂറിലൂടെ കർത്താവ് പറയുകയാ. എല്ലാവരുടെയും പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ട് കല്ലറയുടെ അടച്ചു വച്ചിരുന്ന ആ കല്ലങ്ങെടുത്ത് മാറ്റിയപ്പോൾ ഈശോ പറയുകയാണ്, ലാസറേ പുറത്തേക്ക് വരിക എന്ന്. പിന്നീട് അവിടെ സംഭവിച്ച കാര്യം ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാ. ഹല്ലേലൂയ. കരങ്ങളടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് വചനം കേൾക്കാനായിട്ട് ആരും ഇവിടെ നിസ്സംഗതയോടെ ഇരിക്കരുത്. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. എനിക്കിതറിയാം, ഇതിനകത്ത് ഇപ്പം എന്താ ഇത്രയും പ്രത്യേകതയുള്ളത് എന്ന് വിചാരിച്ച് അലസതയോടെ ആരും ഇവിടെ ഇരിക്കരുത്. ദൈവത്തിൻ്റെ വചനം പ്രിയമുള്ളവരെ, അത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹൃദയം തുറക്കുവാനായിട്ട്, ജീവിതത്തെ അതിൻ്റെ മുന്നിൽ തുറന്നു വയ്ക്കുവാനായിട്ട്, സറണ്ടർ ചെയ്യുവാനായിട്ട് നമ്മൾ തയ്യാറാണ് എങ്കിൽ ലാസറിൻ്റെ കുഴിമാടത്തിനരികിൽ എന്താണോ സംഭവിച്ചത് അത് ഈ മണിക്കൂറിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കും. ഒരുപക്ഷെ ചുറ്റുമുള്ളവർ, വീട്ടുകാർ, നാട്ടുകാർ, നമ്മളെ അറിയാവുന്നവർ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാകും, എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു, ഇനി ഒരു രക്ഷയുമില്ല, ഇനി എങ്ങനെയാ ഇവിടെ നിന്ന് പുറത്തേക്ക് കിടക്കണേ? സ്നേഹിച്ചവരെല്ലാം ഇട്ടിട്ട് പോയി, ആരും നോക്കാനില്ല, സാമ്പത്തികമായ ഞെരുക്കം, രോഗങ്ങൾ, എവിടെ തിരിഞ്ഞു നോക്കിയാലും ഒറ്റപ്പെടലിൻ്റെ വലിയൊരു ഭീതിയാണ് ജീവിതത്തിൽ. എല്ലാം തീർന്നുവെന്ന് ഞാനും എന്നെക്കുറിച്ച് എൻ്റെ ചുറ്റുമുള്ള ലോകവും എന്നോട് തന്നെ പറയുകയാ. അങ്ങനെ ഒരു പേടിയുടെ നടുവിലൂടെ ഞാൻ ജീവിക്കുമ്പോൾ ഇന്ന് ഈ തെരഞ്ഞെടുക്കപ്പെട്ട ദിനത്തിൽ ഈ ആലയത്തിലേക്ക് ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ട്
കൊണ്ടുവന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, വചനത്തിലൂടെ കർത്താവ് സംസാരിക്കുന്നതും പറയുന്നതും ഒന്ന് തന്നെയാണ്. ഒന്നും തീർന്നിട്ടില്ല. ദൈവം ഇവിടെ നിന്ന് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. പരസ്പരം തൊട്ടുകൊണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വചനത്തിലൂടെ ഈശോ പറയുന്നത് ഹൃദയങ്ങൾ തുറന്ന് ദൈവസന്നിധിയിലായിരിക്കുവാനായിട്ട് പറയുകയാണ്. ഈ വചനത്തിൻ്റെ ശക്തമായ അഭിഷേകം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 40-ാമത്തെ അധ്യായത്തിൽ 30-31 വചനങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത് ഇപ്രകാരമാണ്. ഒന്നെടുത്തേ, ദൈവത്തിൽ ആശ്രയിക്കുന്നവര് കഴുകന്മാരെ പോലെ പറന്നുയരും. എത്ര നടന്നാലും അവർ ക്ഷീണിക്കുകയില്ല, എത്ര ഓടിയാലും അവർ തളരുകയില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം കരം പിടിച്ചുയർത്തും. കഴുകന്മാരെ പോലെ പറന്നുയരുവാനായിട്ട് അവർക്ക് ശക്തി തരുമെന്ന് വചനം പറയുന്നുണ്ട്. എങ്കിൽ പ്രിയമുള്ളവരെ, ഇന്ന് ഈ വചന കൂടാരത്തിൽ ഈ വചനത്തിൻ്റെ ശക്തമായ അഭിഷേകത്താൽ നിറയ്ക്കുവാനായിട്ട് ദൈവം എന്നെയും നിങ്ങളെയും ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ശക്തമായിട്ട് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. കരമുയർത്തി ഒന്നടിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനാണ് ദൈവം ഇന്ന് നമ്മളിവിടെ വിളിച്ചു ചേർത്തേക്കണേ. ആ ഒരു വിശ്വാസത്തിലേക്ക് ആ കർത്താവ് ഇന്ന് നമ്മളെ ക്ഷണിക്കുന്നത്. എല്ലാ ശനിയാഴ്ചകളിലും ഇവിടെ ശുശ്രൂഷ നടക്കുന്നു. ഞാൻ ഓരോ ആഴ്ചയും ഇവിടെ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയോ ഈ ആഴ്ചയിൽ ഞാൻ വന്നു ചാടി, വീണ്ടും ഞാൻ ഇവിടെ ഇരിക്കുന്നു. അതല്ല ഈശോ പറയുന്നത്. ദൈവത്തിൻ്റെ ശക്തമായ പദ്ധതിയുടെ ഭാഗമാണ് പ്രിയമുള്ളവരെ നമ്മളിവിടെ ആയിരിക്കുക. ആ ഒരു ബോധ്യത്തോടെ, വിശ്വാസത്തോടെ, ഹൃദയം തുറന്നാണ് ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിന് കാതോർത്ത് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ ദൈവം പ്രവർത്തിക്കും. അടഞ്ഞ വഴികളെ ദൈവം തുറക്കും. തീർന്നു എന്ന് പറയുന്നിടത്ത് നിന്ന് ദൈവം കരം പിടിച്ചുയർത്തും. തീർന്നു എന്ന് ഞാനും നിങ്ങളും വിചാരിക്കുമ്പോൾ ദൈവം നമ്മളോട് പറയും, ദൈവം തുടങ്ങാനായിട്ട് പോകുന്നതേ ഉള്ളൂ. ദൈവം നമ്മുടെ കരം പിടിക്കും. ലാസറിനെ വിളിച്ചതുപോലെ എന്നെയും നിങ്ങളെയും ദൈവം വിളിക്കും. എവിടെയാണോ നമ്മൾ അടയ്ക്കപ്പെട്ടതായിട്ടെന്ന് മാറിയിരിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം നമ്മളെ പുറത്തേക്ക് കടത്തിക്കൊണ്ടുവരും. കെട്ടുകളൊക്കെ അഴിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ലൂക്കായുടെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ വചനം ഒന്ന് വായിച്ച് ഇത് നമ്മൾ വായിക്കണം. കാരണം ഈ വചന ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വരുമ്പോൾ ഈശോ പറയുന്ന, ഈശോ വന്നതെന്തിനാണെന്ന് ഈശോ വ്യക്തമാക്കുകയാണ്. വചനമായ ദൈവം എന്തിനാണ് ഇന്ന് വചനത്തിൻ്റെ ഒരു വലിയ ശക്തിയോടെ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലേക്ക് കടന്നു വരുന്നത് എന്ന് ദൈവവചനത്തിലൂടെ അവിടുന്ന് നമ്മളോട് സംസാരിക്കുകയാണ്. വചനം പറയുന്നു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാനായിട്ട് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അന്ധർക്ക് കാഴ്ചയും ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യവുമായ വത്സരം പ്രഖ്യാപിക്കുവാനായിട്ട് അവിടം തന്നെ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ഈ വചനമാകുന്ന ദൈവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇടപെടുമ്പോൾ രണ്ടാമത് നടക്കുന്ന കാര്യം, ആദ്യം നടക്കുന്നത് പ്രതീക്ഷകൾ വയ്ക്കും. ജീവിതത്തിൽ ദൈവം ചിറകുകൾ തുന്നിച്ചേർത്ത് തരും. ദൈവം പറയും, പറക്കുവാനായിട്ട് പറയും. ഒന്നും തീർന്നിട്ടില്ല എന്ന് നമ്മളോട് പറയും. ഈ ലോകം തന്നെ എതിർത്താലും ദൈവം രണ്ടു കാലം ഉറപ്പിച്ച് നിന്നോളുവാനായിട്ട് നമ്മളോട് ദൈവം പറഞ്ഞിട്ട് രണ്ടാമത് പറഞ്ഞു വെക്കുകയാണ്, ദൈവം കെട്ടുകളൊക്കെ അഴിച്ചു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലാസറിനെ വിളിച്ച് കുഴിമാടത്തിന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഈശോ പറയുകയാണ്, അവൻ്റെ കെട്ടുകളൊക്കെ അഴിക്ക്, അവൻ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് ഈശോ
ബന്ധിതർക്ക് മോചനവും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, അന്ധർക്ക് കാഴ്ചയും നൽകുന്ന വചനത്തിൻ്റെ ശക്തമായ അഭിഷേകത്താൽ നിറയ്ക്കുവാനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും ജീവിതത്തിൽ പ്രതീക്ഷകളുണ്ടാകട്ടെ, സ്വപ്നങ്ങളുണ്ടാകട്ടെ എന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ജീവിതത്തിൽ പ്രതീക്ഷകൾ വരുമ്പോൾ മുഖത്ത് ചിരി വിടരും, ഇല്ലേ അമ്മച്ചി? സ്വപ്നം കാണുമ്പോൾ ചിരിയുണ്ടാവും. അപ്പോൾ ഇന്ന് ദൈവം നമ്മളെ വിളിക്കുന്നത് ഇതേപോലെ സ്വപ്നങ്ങൾ കാണുന്നവരായിട്ട് മാറുവാനാ, ജീവിതത്തിൽ പ്രതീക്ഷയുള്ളവരായിട്ട് മാറുവാനാ. എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് കാറ്റുപോയ ബലൂൺ പോലെ ഇരിക്കാനല്ല. ഹല്ലേലൂയ. പരസ്പരം തൊട്ടുകൊണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിൻ്റെയൊക്കെ അർത്ഥം പ്രശ്നങ്ങളില്ല, പ്രതിസന്ധികളില്ല, വേദനകളില്ല എന്നല്ല. ഈ വേദനകളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ നടുവിലൂടെ ദൈവം നമ്മളെ കടത്തിക്കൊണ്ട് പോകുമ്പോഴും ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടാകും. ഇസ്രായേൽ ജനത്തെ ദൈവം തെരഞ്ഞെടുത്ത് തൻ്റെ ജനമാക്കി മാറ്റി, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കുമെന്ന് ഇസ്രായേൽ ജനത്തോട് ഉടമ്പടി ചെയ്തുവെങ്കിലും ആ ജനം ഈജിപ്ത് ദേശം വിടുമ്പോൾ ഒത്തിരിയേറെ യാതനകൾ അവരുടെ ജീവിതത്തിലുണ്ടായി. കാനാൻ ദേശത്ത് എത്തിയപ്പോൾ കൂടി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാനാൻ ദേശത്തെത്തിയപ്പോൾ കൂടി ആ ജനത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് വേദനകളുണ്ടായി. താമസിക്കാൻ സ്ഥലം കിട്ടുമോ എന്നുള്ള ഒരു വലിയൊരു ചിന്തയുണ്ടായി. എല്ലാം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ചിന്തകൾ അവരുടെ ജീവിതത്തിലുണ്ടായി. പക്ഷേ ഇതിൻ്റെ എല്ലാം നടുവിൽ ദൈവം ബലപ്പെടുത്തുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് വിളിക്കുന്ന ദൈവം പറഞ്ഞു തരുന്ന മൂന്നാമത്തൊരു ബോധ്യമെന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ളൊരു ബോധ്യമാണ് ദൈവം പറഞ്ഞു തരുന്നത്. ഏതെല്ലാം വിഷമസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവം നമ്മളോട് കൂടെയുണ്ട് എന്നുള്ള ഒരു വലിയ ബോധ്യത്തിലേക്ക് അവിടുന്ന് നമ്മളെ നയിക്കുകയാണ്. നമ്മളെ ഒറ്റയ്ക്കാക്കിയിട്ട് ദൈവം നമ്മളിൽ നിന്ന് മാറി നിൽക്കുന്നവനല്ല എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവം വിശ്വാസത്തിൽ ആഴപ്പെടുവാനായിട്ട് ക്ഷണിക്കുകയാണ്. പ്രാർത്ഥന വെറും അധര വ്യായാമമായിട്ട് മാറരുത്. നേരെ മറിച്ച് അധര വ്യായാമത്തിൽ നിന്ന് വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നതായിട്ട് മാറണം. അങ്ങനെ ഒന്നുണ്ടോ? അങ്ങനെ ഉണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിലെ മുഖത്ത് പ്രിയമുള്ളവരെ എപ്പോഴും സന്തോഷം ഉണ്ടാകും. പ്രശ്നങ്ങളില്ല എന്നല്ല. ഇപ്പോഴാണ് എല്ലാവരും മുഖത്തുനിന്ന് ചിരി വിടരാൻ തുടങ്ങിയത്. ഇത് പുസ്തകത്തിൽ വായിച്ചതോ മറ്റുള്ളവരുടെ പ്രസംഗങ്ങൾ കേട്ടതുകൊണ്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞു വെക്കുന്നതല്ല പ്രിയമുള്ളവരെ. ജീവിതത്തിലെ പല കൈപ്പേറിയ അനുഭവങ്ങളിലൂടെയും കടന്നു പോകുവാനായിട്ട് ദൈവം അനുവദിച്ചതിൻ്റെ ഫലമായി ദൈവം പഠിപ്പിച്ചു തന്നതിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലായിരിക്കുന്നതും ഈ വചനം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതും. അപ്പോൾ ദൈവം ഇതേപോലെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാനായിട്ട് അവസരം തരുമ്പോൾ ദൈവം ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കുന്നതല്ല, നേരെ മറിച്ച് ബലപ്പെടുത്തുന്നതാണ്. പല തിക്തമായ അനുഭവങ്ങളിലൂടെ, കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ കടന്നു പോകുന്ന സമയത്ത് ഇങ്ങനെയൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുവാനായിട്ട്, അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് നമ്മളോട് തന്നെ പറയുവാനായിട്ട് നമുക്കൊരു പക്ഷേ സാധിച്ചു എന്ന് വരില്ല. എന്നാൽ ഇന്ന് മുതൽ നമ്മളോട് തന്നെ പറയുവാനായിട്ട് സാധിക്കണം, ജീവിതത്തിൻ്റെ ഏതൊരു നാഴികയിലും എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. വിശ്വാസം അതുമാത്രമായിട്ട് മാറരുത്. വിശ്വാസം ജീവിക്കുന്നതായിട്ട് മാറണം, ജീവനുള്ളതായിട്ട് മാറണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണോ പ്രാർത്ഥിക്കുന്നത്, ഞാൻ എന്താണോ വിശ്വസിക്കുന്നത്, അത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറണം.
അങ്ങനെ എൻ്റെ ദൈവം എന്നെ വിട്ടുമാറുകയില്ല എന്നുള്ള ബോധ്യത്തിൽ ഞാൻ വളരുമ്പോൾ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ മുഖത്ത് ചിരി വിടരുവാനായിട്ട് തുടങ്ങും, സന്തോഷം മുഖത്തുണ്ടാകും, വളരെ വലിയൊരു ആത്മവിശ്വാസമുണ്ടാകും. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളെയും പ്രത്യാശയോടെ നേരിടുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷ നമ്മളെ ക്ഷണിക്കുന്നത് ഇതേപോലെ ദൈവത്തിൽ കൂട്ടുചേർന്ന് വിശ്വാസത്തിൽ ആഴപ്പെട്ടവരായിട്ട് ജീവിക്കുവാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെറിയൊരു പ്രശ്നം വന്നു, ഞാൻ ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ട് എന്താ ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ? ഞാൻ ഇത്രമാത്രം വചന ശുശ്രൂഷയിലും നൊവേനയിലും ആരാധനയിലുമൊക്കെ ദിവ്യബലിയിലുമൊക്കെ പങ്കെടുത്തിട്ട് എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് തകർച്ചകളും വീഴ്ചകളും പ്രശ്നങ്ങളും പരാജയങ്ങളും ചോദ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഉയർന്നു വരികയാണ്. പലപ്പോഴും നമ്മൾ തന്നെ പറയുന്നു, ഉത്തരമില്ലാത്ത ചോദ്യങ്ങളായിട്ട് ഇത് എൻ്റെ മുന്നിൽ അവസാനിക്കുന്നുവെന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞു വയ്ക്കുമ്പോൾ ഓർത്തുകൊള്ളണം പ്രിയമുള്ളവരെ. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ 7-8 വചനങ്ങൾ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു: ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷം പോലെയാ. അതിൻ്റെ വേരുകൾ ആഴത്തിൽ ഇങ്ങനെ വെള്ളത്തിലേക്ക് വേരൂന്നിരിക്കുകയാ. ഋതുകാല ഭേദങ്ങളെ അത് ഭയപ്പെടുന്നില്ല. അത് എല്ലാ കാലത്തും അത് ഫലം ചൂടുവാനായിട്ട് അതിന് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൽ ആഴത്തിൽ വേരൂന്നുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഓരോ ശനിയാഴ്ചയും ഇവിടെ വന്ന് ശുശ്രൂഷയിൽ പങ്കെടുത്ത് മടങ്ങിപ്പോകുമ്പോൾ ഈ പ്രതീക്ഷയിൽ വളരുന്നവരായിട്ട് നമ്മൾ മാറണം. നമ്മുടെ ജീവിതത്തിൻ്റെ വേരുകൾ ഈ പ്രതീക്ഷയിൽ ഇങ്ങനെ ആഴത്തിൽ വേരൂന്നതായിട്ട് മാറണം. ചെറിയൊരു കാറ്റ് വീശി മറഞ്ഞു വീഴാൻ നമ്മൾ അനുവദിക്കരുത്. കാരണം എന്നെ നട്ടത് ദൈവമാണ്, എന്നെ വളർത്തുന്നത് ദൈവമാണ്. എൻ്റെ വേരുകൾ ദൈവത്തിൽ ആഴത്തിൽ വേരൂന്നിരിക്കുകയാണെന്ന് എൻ്റെ ചുറ്റുമുള്ളവരോടും ഈ ലോകത്തോടും പറയുവാനായിട്ട് എനിക്ക് സാധിക്കണം. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാ. ചെറിയൊരു കാറ്റുവീശി, ചെറിയൊരു വരൾച്ച വന്നു, ഞാനതാ ഉണങ്ങി പിടി ദേ വീണു, താഴെ വീണു അല്ല. സങ്കീർത്തനം 125:1 വചനം ഒന്ന് വായിച്ചേ. ഇടയ്ക്ക് വചനം വായിക്കുന്നത് നല്ലതാ, അല്ലെങ്കിൽ നിങ്ങളിരുന്ന് ഉറങ്ങും. സങ്കീർത്തനം 125:1. ആ കർത്താവിൽ ആശ്രയിക്കുന്നവൻ അചഞ്ചലമായിട്ട് എന്നും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. പലരും വന്ന് മുട്ടി നോക്കും, തട്ടി നോക്കും, എറിഞ്ഞുടയ്ക്കാനായിട്ട് പരിശ്രമിക്കും. എല്ലാ മുട്ടലുകളും തട്ടലുകളും ഉണ്ടാകും. എങ്കിലും we will be strong and constant because we are rooted and grounded in Christ. നമ്മൾ വേരൂന്നിരിക്കുന്നത്, വേര് പിടിച്ചിരിക്കുന്നത് ഈശോയിലാണ്. ഹല്ലേലൂയ. ശക്തമായിട്ട് കരങ്ങളടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ ശനിയാഴ്ചയും ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങുമ്പോൾ പ്രിയമുള്ളവരെ, ഈ ഒരു ബോധ്യത്തോടെ വേണം നമ്മൾ മടങ്ങാൻ. നമ്മുടെ പ്രാർത്ഥനകൾ ഈ ഒരു തലത്തിലേക്ക്, വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നതായിട്ട് മാറണം. ഇവിടെ വന്നിരുന്ന് വചനം കേട്ടു, കൊന്ത ചൊല്ലി, പ്രാർത്ഥിച്ചു, ദിവ്യബലിയിൽ പങ്കെടുത്തു. ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ ഈ ഒരു വിശ്വാസം കൈമാറ്റം ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കണം. ഈ ഒരു വിശ്വാസം എൻ്റെ ജീവിത പങ്കാളിയിലേക്ക്, മക്കളിലേക്ക് കൊടുക്കുവാനായിട്ട്, ഒരു പുതിയ തലമുറയിലേക്ക് ഈ ഒരു വിശ്വാസം കൊടുക്കുവാനായിട്ട് സാധിക്കണം. എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ടെന്നുള്ളൊരു ബോധ്യം, ജീവിതത്തിൽ പറന്നുയരുവാനായിട്ട് ചിറകുകൾ വച്ച് തരുന്നൊരു ദൈവമാണ് എൻ്റെ ദൈവം. ഏതൊരു യാതനയിലും വേദനയിലും എന്നെ ഉപേക്ഷിച്ച് കടന്നു പോകുന്നവനല്ല എൻ്റെ ദൈവം. ദൈവം നമ്മളോട് കൂടെയുണ്ട്. ഈ ദൈവത്തിൽ ആഴത്തിൽ വേരൂന്നുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള ഈ വിശ്വാസം പുതിയ തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറണം. ഇങ്ങനൊരു വിശ്വാസം നമ്മൾ പുതിയ തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യാറുണ്ടോ?
ഉണ്ടെങ്കിൽ വെരി ഗുഡ്, ഇറ്റ്സ് ഗ്രേറ്റ്. ഈ ഒരു വിശ്വാസം പുതിയൊരു തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യുവാനായിട്ട് വിളിക്കപ്പെട്ടവരാ നമ്മൾ ഓരോരുത്തരും. ഇന്ന് കുടുംബങ്ങളിൽ നിന്ന് പ്രാർത്ഥന എന്നുള്ളത് അന്യം നിന്ന് പോകുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, പടിയിറങ്ങി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. സമയം കിട്ടുകയാണെങ്കിൽ എല്ലാ ജോലികളും കഴിഞ്ഞിട്ട് ഇന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുമിച്ച് കൂടാമെന്ന് ചിന്തിക്കുന്ന ഒരു ചിന്താഗതിയിലേക്ക് നമ്മളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് കുടുംബജീവിതവും സന്യാസ ജീവിതവും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നത്. ഈശോ ഈ ശുശ്രൂഷയിലൂടെ തരുന്ന അടുത്തൊരു ബോധ്യമെന്ന് പറയുന്നത്, ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവായിട്ട് മാറണം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ദൈവ കേന്ദ്രീകൃതമായിട്ട് മാറുമ്പോൾ all life must be revolving around the person called Jesus. ഈശോ എന്നുള്ള വ്യക്തിയുടെ ചുറ്റുമായിട്ട് നമ്മുടെ ജീവിതം നടപ്പെടുമ്പോൾ ആ ഒരു ജീവിതത്തിന് ഉടമയായിട്ട് നമ്മുടെ സന്യാസ ജീവിതവും കുടുംബ ജീവിതവും മാറുമ്പോൾ, പ്രിയമുള്ളവരെ, അത് അനേകർക്ക് അനുഗ്രഹമായിട്ട് മാറും. ദൈവ കേന്ദ്രീകൃതമായിട്ട് മാറുമ്പോഴാണ് നമ്മുടെ കുടുംബജീവിതവും സന്യാസ ജീവിതവും ഒക്കെ അനുഗ്രഹമായിട്ട് മാറുകയുള്ളൂ. ദൈവ കേന്ദ്രീകൃതമല്ലാത്തൊരു ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടമെന്ന് പറയുന്നത്, സാത്താൻ എങ്ങനെയാണോ ആദ്യ കുടുംബത്തിലേക്ക് കടന്നു വന്നത്, ചെറിയൊരു പ്രലോഭനത്തിലൂടെ വ്യക്തി ജീവിതങ്ങളെ തകിടം മറിക്കുവാനായിട്ട് സാത്താൻ തന്ത്രങ്ങളുമായിട്ട് കടന്നു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരസ്പരം തൊട്ടുകൊണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞേ. എല്ലാവരും വളരെ ദേഷ്യത്തോടെ തന്നെ നോക്കാം, എന്തൊക്കെ ഈ പറയണേ. പ്രാർത്ഥനയില്ലാത്ത ജീവിതങ്ങളിൽ, പ്രാർത്ഥന ഇല്ലാത്ത കുടുംബങ്ങളിലേക്ക്, പ്രിയമുള്ളവരെ, ആദ്യ കുടുംബത്തിലേക്ക് എങ്ങനെയാണോ സാത്താൻ പ്രലോഭനവുമായിട്ട് കടന്നു വന്നത്, അതേപോലെ വ്യക്തി ജീവിതങ്ങളെ, കുടുംബ ജീവിതങ്ങളെ, സന്യാസ ജീവിതങ്ങളെ തകർക്കുവാനായിട്ട് സാത്താൻ പ്രലോഭനവുമായിട്ട് കടന്നു വരും. ദൈവത്തിൽ നിന്ന് ഞാനും നിങ്ങളും കണക്ഷൻ വിച്ഛേദിക്കുമ്പോൾ സാത്താൻ കടന്നു വന്നിട്ട് കൊടുത്ത ആദ്യ പ്രലോഭനം എന്ന് പറയുന്നത് ദൈവം പറഞ്ഞതിന് എതിരായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാ. ദൈവത്തിൽ നിന്ന് അവരെ അകറ്റുക എന്നുള്ളതാണ് സാത്താൻ ആദ്യം ചെയ്ത പണി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കുടുംബങ്ങളിൽ നിന്ന്, വ്യക്തി ജീവിതങ്ങളിൽ നിന്ന് പ്രാർത്ഥന വഴിമാറി പോകുന്നുണ്ടോ, പടിയിറങ്ങി പോകുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഓർത്തുകൊള്ളുക, ആദ്യ കുടുംബത്തിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും സന്യാസ ജീവിതത്തിലും സംഭവിക്കും. പ്രാർത്ഥനയില്ലാതായിട്ട് മാറുമ്പോൾ, ദൈവ കേന്ദ്രീകൃതമല്ലാതെ നമ്മുടെ ശുശ്രൂഷകളും ജീവിതവും കുടുംബ ജീവിതവും സന്യാസ ജീവിതവും മാറുമ്പോൾ അവിടെ അസ്വസ്ഥതകൾ കൊണ്ടുവരും. ഒരു പക്ഷേ പല രീതിയിലുള്ള ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിലൂടെ ആയിരിക്കാം, അതല്ല എങ്കിൽ സ്വാർത്ഥതയുടെ രൂപത്തിലായിരിക്കാം, അനുസരണക്കേടിൻ്റെ രൂപത്തിലായിരിക്കാം, ദുശീലങ്ങളുടെ രൂപത്തിലായിരിക്കാം, അനുസരണമില്ലായ്മയുടെ രൂപത്തിലായിരിക്കാം, അഹങ്കാരത്തിൻ്റെ രൂപത്തിലായിരിക്കാം. സാത്താൻ പതുക്കെ കുടുംബങ്ങളിലേക്ക് കടന്നു വന്ന് ആ കുടുംബങ്ങളിൽ ഇടം പിടിക്കും. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരസ്പരം തൊട്ടുകൊണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ചിന്തിച്ചോ, പ്രാർത്ഥന പടിയിറങ്ങി പോകുമ്പോൾ, പ്രാർത്ഥിക്കാതെ വരുമ്പോൾ കുടുംബങ്ങളിൽ അസ്വസ്ഥത നിറയും. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ, പ്രിയമുള്ളവരെ, വാക്കുകൾ തമ്മിൽ സ്വരച്ചേർച്ചയായിരിക്കും. എന്തൊക്കെ വ്യത്യസ്തതകൾ വന്നാലും എവിടെയെങ്കിലും അതെല്ലാം തമ്മിലൊന്ന് കൂട്ടിമുട്ടി, അതെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിക്കപ്പെടുന്നൊരവസ്ഥയുണ്ടാകും. പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളിൽ ഈ കൂട്ടിമുട്ടലുകളും സ്ഫോടനങ്ങളും മാത്രമായിരിക്കും. ഒരിക്കലും ഒരു യോജിപ്പുണ്ടാകുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി എന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
അപ്പോൾ അനുഗ്രഹത്തിൻ്റെ നിറവിലേക്ക് ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം കടന്നു ചെല്ലണമെങ്കിൽ ആദ്യമേ നമ്മൾ ശരിയാക്കേണ്ട ഒരു തലമെന്ന് പറയുന്നത് പ്രാർത്ഥനാ ജീവിതമാണ്. ദൈവവുമായിട്ടുള്ള ബന്ധം ഇന്ന് എങ്ങനെയാണ് എന്നുള്ളത് പരിശോധിക്കണം. എൻ്റെ കുടുംബജീവിതം, എൻ്റെ സന്യാസ ജീവിതം നടപ്പെട്ടത്, വളർന്നുകൊണ്ടിരിക്കുന്നത്, വളരേണ്ടത് ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണെന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ കുടുംബജീവിതത്തെയും സന്യാസ ജീവിതത്തെയും ഞാനൊരു അവസ്ഥയിലേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ എൻ്റെ ജീവിതം അനുഗ്രഹപ്രദമായിട്ട് മാറും. നമ്മളിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം കുടുംബത്തിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥനാ ജീവിതം അത് അതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന് ദൈവവുമായിട്ട് നല്ലൊരു ബന്ധത്തിലാണെങ്കിൽ, ലാലെ മോനെ നിൻ്റെ സംസാര രീതി ഇതല്ല. പ്രാർത്ഥനാ ജീവിതം അതിൻ്റെ ആഴത്തിലുള്ളതാണ് എങ്കിൽ നീ സംസാരിക്കുന്ന രീതി ഇതല്ല, നീ പ്രശ്നങ്ങളെ നോക്കിക്കാണുന്ന രീതി ഇതല്ല, പ്രശ്നങ്ങളോടുള്ള നിന്റെ സമീപനം ഇതല്ല. അപ്പോൾ പ്രശ്നം കിടക്കുന്നത് എവിടെയാണ് എന്ന് നിന്നെ ഒന്ന് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 4-5 പ്രാവശ്യം ഞാൻ നിന്നോട് ചോദിച്ചത് പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ട് എന്ന്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴങ്ങളിലേക്ക് നീ കടന്നു ചെല്ലുമ്പോൾ നീ പ്രശ്നങ്ങളെ നോക്കിക്കാണുന്ന ആ ഒരു രീതിയിൽ മാറ്റമുണ്ടാകും. പ്രശ്നങ്ങളെ സമീപിക്കുന്ന രീതിയിൽ മാറ്റങ്ങളുണ്ടാകും. ഈ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു എന്ന് നീ പറയുന്ന വ്യക്തികളോട് നിനക്കുള്ള സമീപനവും വ്യത്യാസമുണ്ടാകും. ഈ പ്രശ്നങ്ങളെ ഏത് രീതിയിൽ നീ പരിഹരിക്കുന്നു എന്നുള്ളതിനും മാറ്റമുണ്ടാകുമെന്ന് അച്ഛൻ പറഞ്ഞു തരികയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരസ്പരം തൊട്ടുകൊണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, കുരിശിലെ ഈശോയെ നോക്കുക. 3 ആണികളിന്മേൽ അവനെ കുരിശി തറച്ചപ്പോൾ, അവൻ്റെ പാർശ്വം കുത്തി പിളർത്തിയപ്പോൾ, തലയിൽ മുൾക്കിരീടം അവന് കൊടുത്തപ്പോൾ, അവനെ വിവസ്ത്രനാക്കിയപ്പോഴും കുരിശിൽ കിടന്ന ഈശോ പ്രാർത്ഥിച്ചത് ഒന്ന് മാത്രമാണ്: പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല, നീ ഇവരോട് പൊറുക്കണമേ. നോട്ടം ചെയ്തവരിലേക്കായിരുന്നില്ല, നോട്ടം ദൈവത്തിലേക്കായിരുന്നു. സങ്കീർത്തനം 34:5 വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാ, അവരെ നോക്കിയവരെല്ലാം പ്രകാശിതരായിട്ട് മാറി. ദൈവസന്നിധിയിലേക്ക് ആരും നോക്കുന്നുവോ പ്രിയമുള്ളവരെ, അവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ഇതേപോലെ ആര് എന്തൊക്കെ സംഭവിച്ചാലും ഈ ലോകത്തിൻ്റെതായ ഏത് അവസ്ഥകളിലൂടെ കടന്നു പോകുവാനുള്ള ആത്മബലം ദൈവം അവർക്ക് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മളെ വിളിക്കുന്നത് പ്രാർത്ഥനയിൽ വളരുവാനാണ്. പ്രാർത്ഥനയിൽ ആര് അഭയം പ്രാപിക്കുന്നുവോ ദൈവം അവരുടെ ജീവിതത്തെ ഉയർത്തുമെന്നുള്ളതാണ്. ഞാൻ വീണ്ടും 2005 മുതൽ സുവിശേഷ പ്രഘോഷണവുമായിട്ട് പതുക്കെ, അന്ന് എനിക്ക് പട്ടം കിട്ടിയിട്ടില്ല, 2014 എനിക്ക് പട്ടം കിട്ടിയത്. അതിന് 9 വർഷം മുതൽ ഞാൻ പതുക്കെ പള്ളികളിലെല്ലാം പ്രസംഗിക്കാനായിട്ട് പോകുമായിരുന്നു. ഓക്കെ, ഫിലോസഫി, തിയോളജി, മറ്റ് സ്റ്റഡീസൊക്കെ പഠിക്കുന്നതിൻ്റെയൊക്കെ ഒഴിവ് സമയങ്ങളിൽ, സമ്മർ വെക്കേഷനൊക്കെ ധ്യാനങ്ങൾക്കായിട്ട് ഇടവകളിലേക്ക് കടന്നു ചെല്ലുമായിരുന്നു. അന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സിലുള്ളത്, വീട്ടിൽ നിന്ന് അമ്മ നിർബന്ധിച്ച് ശനിയാഴ്ച ദിവസങ്ങളിൽ ഇതേപോലെ കോട്ടയിൽ കൊണ്ടുപോകുമായിരുന്നു. വീട് ചാലക്കുടി അടുത്താണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പണ്ട് 1990കളിലൊക്കെ ഫുൾ സ്ലീവ് ഷർട്ട് ഇട്ട് ടക്കിനൊക്കെ ചെയ്തു നിന്ന് ചേട്ടന്മാർ നല്ല തീപ്പൊരി പ്രസംഗം പറയുന്ന നല്ല പ്രസംഗങ്ങൾ കേട്ടത് ഇങ്ങനെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്, ഞാൻ അന്നും പ്രാർത്ഥിക്കുമായിരുന്നു, ഈ തിയോളജിയും ഫിലോസഫിയൊന്നും പഠിക്കാതെ കർത്താവ് ഇതേപോലെ തീപ്പൊരിയായിട്ട് നിന്ന് പ്രസംഗിക്കാൻ പറ്റണമെന്ന്.
അങ്ങനെ എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് തീപ്പൊരി പ്രസംഗമാണ്. ഞാൻ തിരുവനന്തപുരം, കോട്ടയത്തിൻ്റെ ഈ സൈഡ്, മൂന്നാർ സൈഡുകളിലൊക്കെ പല ദേവാലയങ്ങളിൽ പ്രസംഗിക്കാനായിട്ട് പോകും. 1-1.5 മണിക്കൂർ നിന്ന് പ്രസംഗിക്കും. നല്ല സൗണ്ട് എടുത്ത് തകർപ്പൻ പ്രസംഗങ്ങൾ നടത്തും. പ്രസംഗം ഒരു 1-1.5 മണിക്കൂർ കഴിയുമ്പോൾ എനിക്ക് വയറുവേദനയിലേക്കും. ഞാൻ അതേപോലെ നിന്ന് പ്രസംഗിക്കുമായിരുന്നു. കാരണം എത്ര ശക്തിയോടെ പ്രസംഗിക്കുന്നുവോ അതാണ് പ്രസംഗമെന്നാണ് ഞാനന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. പരസ്പരം തൊട്ടുകൊണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും വയറുവേദന ശക്തമായിട്ട് എടുക്കാൻ 1.5 മണിക്കൂർ. ഇതൊന്നുമല്ല സൗണ്ടായിരുന്നത്, സൗണ്ടൊക്കെ കുറഞ്ഞതാണ്. യാഥാർത്ഥ്യങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും പരിചയപ്പെട്ടു. ദൈവം വീണ്ടും അനുഭവങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോയപ്പോൾ, ദൈവം നടക്കുവാനായിട്ട് അനുവദിച്ച സാഹചര്യങ്ങളിലൂടെ ദൈവം കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിലൂടെ നടന്നു നീങ്ങിയപ്പോൾ, പ്രിയമുള്ളവരെ, ദൈവം കരം പിടിക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടായി. ദൈവം സ്ഥിരപ്പെടുത്തുന്ന അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടായി. അങ്ങനെ ദൈവം കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ വളർന്നപ്പോൾ പ്രാർത്ഥനയിൽ വളരുവാനായിട്ട് തുടങ്ങി. പ്രാർത്ഥന ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറണമെന്നുള്ള തോന്നലിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ. കരമുയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ദൈവം നമ്മളെ ക്ഷണിക്കുന്നതും അതിനു വേണ്ടിയിട്ടാണ്. പ്രാർത്ഥന എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറണം. ജീവിത യാഥാർത്ഥ്യങ്ങളെ നോക്കി പലപ്പോഴും നമ്മൾ പകച്ചു നിൽക്കുമ്പോൾ ഈ പ്രാർത്ഥനയിൽ ആഴപ്പെട്ട വിശ്വാസമായിരിക്കണം നമ്മുടെ ഫ്യൂവൽ സോഴ്സ് എന്ന് പറയുക, എനർജി എന്ന് പറയുക, ശക്തി എന്ന് പറയുക. അങ്ങനെ ആ പ്രാർത്ഥനയിലേക്ക്, ആ വിശ്വാസത്തിലേക്ക് ദൈവം നമ്മളെ ക്ഷണിച്ചിരിക്കുന്നത്. ഓരോ ശനിയാഴ്ചയും ശുശ്രൂഷയ്ക്കായിട്ട് നമ്മളിവിടേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തെ നവീകരിക്കാനായിട്ട് ഒരു അവസരം ഒരുക്കുന്നതാണെന്നുള്ള ബോധ്യത്തോടെ ആയിരിക്കണം നമ്മളിവിടെ ആയിരിക്കുന്നത്. അങ്ങനെ അപ്പോൾ എൻ്റെ ഒരു അനുഭവ സാക്ഷ്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. അച്ഛൻ എന്നോട് എപ്പോഴും ഇങ്ങനെ ചോദിക്കും, പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ട്? പ്രാർത്ഥനയിൽ ആഴപ്പെട്ടൊരു വ്യക്തി തൻ്റെ ജീവിത സാഹചര്യങ്ങളെ നോക്കിക്കാണുന്നത് വ്യത്യസ്തമായൊരു വീക്ഷണകോണിലൂടെ ആയിരിക്കും. കൽവരിയിലെ ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ ചുറ്റുമുള്ളവരിലേക്ക് ഈശോ നോക്കിയത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഈശോ ഇപ്രകാരമായിരുന്നു: പിതാവേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവരറിയുന്നില്ല, നീ അവരോട് പൊറുക്കണമേ എന്ന്. ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാക്കി സഹനങ്ങളിലൂടെ ദൈവം എന്നെയും നിങ്ങളെയും മാറ്റുകയാ, ദൈവം ഉടച്ചു വാർക്കുകയാ പലപ്പോഴും. അങ്ങനെയെങ്കിൽ ഇന്ന് ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, ദൈവത്തോട് പക്ഷം ചേരുന്നവരായിട്ട് മാറുക. വേറെ ആരോടും പക്ഷം ചേരേണ്ട. ദൈവത്തെ കൂട്ടുപിടിക്കുന്നവരായിട്ട് മാറുക. ദൈവത്തെ കൂട്ടുപിടിക്കുമ്പോൾ വചനത്തിൽ നമ്മൾ കേട്ടതുപോലെ യെശയ്യാ 40:30-31 വചനം, കഴുകന്മാരെ പോലെ പറന്നുയരുവാനുള്ള ചിറക് ദൈവം തുന്നിച്ചേർത്ത് തരും. പ്രിയമുള്ളവരെ, കഴുകന്മാരെ പോലെ പറന്നുയരുവാനുള്ള ശക്തി ദൈവം തരും, കരുത്ത് ദൈവം തരും. ഹൃദയത്തിൽ വിശാലതയുള്ളവരായിട്ട് നമ്മൾ മാറും. കാരണം എന്നെ വളർത്തുന്നത് ദൈവമാണ്, എന്നെ അനുഗ്രഹിക്കുന്നത് ദൈവമാണ്, എനിക്കായി അനുഗ്രഹത്തിൻ്റെ പുതിയ വഴികൾ തുറക്കുന്നത് ദൈവമാണ്, എൻ്റെ ജീവിതത്തെ പുതിയൊരവസ്ഥയിലേക്ക് ഉയർത്തുന്നത് ദൈവമാണ് എന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ എൻ്റെ നോട്ടം മറ്റുള്ളവരിൽ നിന്ന് ദൈവസന്നിധിയിലേക്കായിട്ട് മാറുമ്പോൾ എനിക്ക് ഹൃദയ വിശാലതയുണ്ടാകും. പരിഭവങ്ങളില്ല, പരാതികളില്ല, എല്ലാവരോടും ഞാൻ ക്ഷമിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് ഈശോ ആവശ്യപ്പെടുന്ന അനുഗ്രഹത്തിൻ്റെ വേറൊരു വഴി എന്ന് പറയുക ക്ഷമിക്കാനുള്ളവരോട് ക്ഷമിക്കുവാനാണ്. ജീവിതത്തിൽ ഈ ഒരു മേഖലയുമായി ഒരുപാട് ഐ റെസൽഡ് വിത്ത് ദിസ് ഏരിയ ഓഫ് മൈ ലൈഫ്. ഒരുപാട് മൽപ്പിടുത്തം നടത്തിയ വ്യക്തിയാണ് ഞാൻ.
ക്ഷമിക്കാനായിട്ട് ഒരുപാട് വ്യക്തികളോട് ക്ഷമിക്കാൻ കഴിയാത്ത രീതിയിൽ ജീവിതത്തിൽ മുറിവുകൾ എനിക്കുണ്ടായിരുന്നു. വേദനകൾ ജീവിതത്തിലുണ്ടായി. ഈ അനുഭവങ്ങളിലൂടെയെല്ലാം ദൈവം കടത്തി കഴിഞ്ഞപ്പോൾ ഒരിക്കലും വീണ്ടും ഒരു വൈദികനെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, നീ എന്തിനാണ് സെമിനാരിയിൽ ചേർന്നത്? നീ എന്തിനാണ് വൈദികനാകാനായിട്ട് ആഗ്രഹിക്കുന്നത്? നീ വൈദികനാകാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തിക്ക് വേണ്ടിയിട്ടാണോ ഈശോയ്ക്ക് വേണ്ടിയിട്ടാണോ? നീ വൈദികനാകാൻ ആഗ്രഹിക്കുന്നത് ഈശോയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ മോനെ, നിന്റെ നോട്ടം, യു നീഡ് ടു ടേക്ക് യുവർ ഐസ് ഫ്രം ദാറ്റ് പേഴ്സൺ ആൻഡ് ഫിക്സ് ഇറ്റ് ഓൺ ടു ജീസസ്. നിന്റെ നോട്ടം വ്യക്തികളിൽ നിന്ന് എടുത്തിട്ട് ദൈവസന്നിധിയിലേക്ക് നോക്ക്. ഈശോയിലേക്ക് നോക്കുമ്പോൾ ദൈവം നിന്നെ ബലപ്പെടുത്തും. കൊല്ലം 14 കഴിഞ്ഞു. പ്രിയമുള്ളവരെ, അച്ഛനോട് സംസാരിച്ചിട്ട് 2010 ഞാൻ അച്ഛനെ കണ്ടുമുട്ടിയത്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ ഒരു നിറവ് ഞാൻ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ആ അച്ഛൻ പറഞ്ഞ വാക്കിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഇന്ന് ജനങ്ങളിലേക്ക് നോക്കുന്നതിന് പകരമായിട്ട് ദൈവസന്നിധിയിലേക്ക് നോക്കാൻ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഹൃദയത്തിൽ തികഞ്ഞ സന്തോഷമാണ്. മറ്റുള്ളവരിലേക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ പരമാവധി ആളുകൾ വന്ന് നമ്മളിലുള്ള പോരായ്മകൾ, വീഴ്ചകൾ, കുറവുകൾ വന്ന് അവർ പറഞ്ഞ് നമ്മളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ, വേദനിപ്പിക്കുമ്പോൾ ദൈവസന്നിധിയിലേക്കായി നോട്ടം തിരിയുമ്പോൾ പ്രിയമുള്ളവരെ, യെശയ്യാ 40:30-31 വചനം, ദൈവം ചിറക് തുന്നിച്ചേർത്ത് തരും പരിമിതികളില്ലാതെ പറക്കുവാനായിട്ട്. ഈ പട്ടത്തിൻ്റെ നൂല് ദൈവത്തിൻ്റെ കയ്യിലാ, വേറെ ആരുടെയും കയ്യിലല്ല. ദൈവം പറക്കുവാനായിട്ട് അനുഗ്രഹിക്കും. ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ വന്നപ്പോഴും ദൈവം ബലപ്പെടുത്തി. നോട്ടം ദൈവത്തിലേക്കായിരുന്നു. ഞാൻ എന്നോട് തന്നെ പറയാം, ഐ നോട്ട് കം ഹിയർ ഫോർ യു, മൈ ഡെസ്റ്റിനേഷൻ ഈസ് മൈ ഗോഡ്. നിങ്ങൾക്കാർക്കും വേണ്ടിയിട്ടല്ല ഞാനിവിടെ വന്നത്. എൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എൻ്റെ ദൈവമാണ് എന്ന് പറഞ്ഞ് ഞാൻ എപ്പോൾ ദൈവസന്നിധിയിലേക്ക് നോക്കുവാനായിട്ട് തുടങ്ങിയോ, എൻ്റെ ഹൃദയത്തിൽ തികഞ്ഞ സന്തോഷമാണ്. ഞാൻ ഇന്നും ആ സന്തോഷം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരസ്പരം തൊട്ടുകൊണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈശോ നമ്മളെ കൂട്ടിമുട്ടിച്ച് ഈ വചനത്തിലൂടെ പരസ്പരം കേൾക്കുവാനായിട്ട് അവസരം ഒരുക്കിയെങ്കിൽ, ഈ വചനത്തിൻ്റെ നിറവിലൂടെ സഞ്ചരിക്കുവാനായിട്ട് ദൈവം അവസരം ഒരുക്കിയെങ്കിൽ, ദൈവം നിങ്ങളോടും പറയുന്നതും ഇത് തന്നെയാ, നോട്ടം ദൈവത്തിലാകട്ടെ. നമ്മുടെയൊക്കെ നോട്ടങ്ങൾ ഇന്ന് പലപ്പോഴും തവള പൊട്ടക്കിണറ്റിൽ കിടക്കുന്നത് പോലെയാണ്. This is my world. ഈ ഒരു ചെറിയ ലോകത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുവാനായിട്ട് ദൈവം നമ്മളെ വിളിക്കുകയാണ്. ഉയർന്ന് ചിന്തിക്കട്ടെ, ഉയർന്ന് പറക്കട്ടെ. ദൈവം അനുഗ്രഹത്തിൻ്റെ വഴികൾ തുറക്കും. ആരെയും പിടിച്ചു വലിക്കുവാനായിട്ട്, ആരുടെയും ഇടയിൽ ദൈവം നമ്മളെ താഴേക്ക് പോകുവാനായിട്ട് അനുവദിക്കുകയില്ല. പ്രിയമുള്ളവരെ, കാലത്തിൻ്റെ തികവിൽ, സമയത്തിൻ്റെ പൂർണ്ണതയിൽ അവൻ നമ്മളെ ഉയർത്തും. ഹല്ലേലൂയ. ശക്തമായിട്ട് കരങ്ങളടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കാരണം കൊണ്ട് നോട്ടം ദൈവസന്നിധിയിലേക്ക് ആവട്ടെ. ഒരു വലിയ ലോകത്തിന് നമ്മൾ ഉടമകളായിട്ട് മാറട്ടെ. ക്ഷമിക്കാനുള്ളവരോട് ക്ഷമിക്കുക, വിട്ടുകൊടുക്കുക. ഞാൻ കഴിഞ്ഞു പോന്ന ഇന്നലെയും കൂടി ഞാനൊരു വ്യക്തിയുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ, ഇന്നിപ്പോൾ സിസ്റ്റേഴ്സിനും അച്ഛന്മാർക്കും ബ്രദേഴ്സിനും ഒക്കെ ധ്യാനിപ്പിക്കാനായിട്ട് പല സ്ഥലങ്ങളിൽ കടന്നു ചെല്ലാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഡീക്കന്മാരൊക്കെ പട്ടം കിട്ടുന്നതിന് മുമ്പായിട്ട് ഒരാഴ്ച വന്ന് താമസിച്ച് ധ്യാനം കൂടി പോകാറുണ്ട്. അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഇന്ന് പറയാൻ എനിക്ക് സാധിക്കുന്നത്, എന്നെ ദൈവം ആ അനുഭവങ്ങളിലൂടെ കടത്തിവിട്ടത് കൊണ്ടാണ്. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഓരോ അനുഭവങ്ങളും ദൈവം വലിയ അനുഗ്രഹങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ്. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അനുഭവങ്ങളെല്ലാം അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വഴികളായിരുന്നു. ഇന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എന്നെ ദ്രോഹിച്ചവരോടും എനിക്കെതിരെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പിടിപ്പിച്ചവരോടുമൊക്കെ ഇന്ന് എനിക്ക് വളരെ ഈസി ആയിട്ട് ക്ഷമിക്കാൻ പറ്റും. അന്ന് പറ്റുന്നുണ്ടായിരുന്നില്ല. ഹല്ലേലൂയ,
ഹല്ലേലൂയ. ഇന്നെനിക്ക് വളരെ ഈസിയായിട്ട് ക്ഷമിക്കാൻ പറ്റും. കാരണം ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ അനുഭവങ്ങളെല്ലാം ഒത്തിരി അനുഗ്രഹങ്ങളായിട്ട് ജീവിതത്തെ മാറിയേക്കുകയാണ്. ദൈവം അതേപോലെ തീയിലൂടെ കടന്നു പോകുവാനായിട്ട് അനുവദിച്ചത് കൊണ്ടാണ് ഇന്ന് അങ്ങനെയുള്ളൊരു കൃപയുടെ തണലിൽ നിൽക്കാനായിട്ട് സാധിക്കുന്നത്. എൻ്റെ കഴിവ് കൊണ്ടെന്നല്ല പ്രിയമുള്ളവരെ പറയുന്നത്, ദൈവം കടന്നു പോകുവാൻ അനുവദിച്ചത് കൊണ്ടാണ്, ദൈവം കരം പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്, ദൈവം നിർത്തിയത് കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ദൈവം ഇന്ന് ഈ വചനം ഇവിടെ നിന്ന് പങ്കുവയ്ക്കുവാനായിട്ട് എന്നെ നിങ്ങളുടെ മുമ്പിൽ നിർത്തിയെങ്കിൽ ദൈവം നിങ്ങളെയും ക്ഷണിക്കുന്നത് ഈ ഒരു തലത്തിലേക്കാണ്. ക്ഷമിക്കാനുള്ളതെല്ലാം വിട്ടുകൊടുത്ത് ക്ഷമിക്കട്ടെ. ആ മേഖലകളെയെല്ലാം ദൈവം കൃപയുടെ വഴികളാക്കി മാറ്റും. ഹല്ലേലൂയ. ശക്തമായിട്ട് കരങ്ങളടിച്ച് ദൈവത്തെ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുക, ക്ഷമിക്കാനുള്ളവരോട് ക്ഷമിക്കുക, വിട്ടുകൊടുക്കുക. പ്രാർത്ഥനയുടെ ഒരു ജീവിതമായിട്ട് നമ്മുടെ കുടുംബജീവിതവും സന്യാസ ജീവിതവും മാറുമ്പോൾ അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറും. ഈ കൃപയുടെ തണലിൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ അവിടെ രോഗങ്ങളില്ല, കടബാധ്യതകളില്ല, പ്രശ്നങ്ങളില്ല എന്നല്ല അർത്ഥം. ഇതിൻ്റെയൊക്കെ നടുവിലൂടെ കടന്നു പോകുവാനുള്ള കൃപ ദൈവം തരുമെന്നുള്ളതാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം നടത്തി. വീട്ടിൽ പോയിട്ട് ഇതൊന്ന് വായിക്കണം കേട്ടോ. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം. ഇനി കേട്ട വചനത്തെ നമ്മൾ ആദ്യം വായിച്ച് കേട്ട വചനവുമായിട്ട് നമ്മൾ ബന്ധിപ്പിക്കുക. സിനഗോഗിലായിരുന്ന കൈ ശോഷിച്ച വ്യക്തിയെ, അങ്ങനെ ഒരു വ്യക്തി അവിടെ ഇരിക്കുന്നുണ്ട് എന്ന് കർത്താവ് കണ്ടു. ഈജിപ്ത് ദേശത്ത് വേദനകളും വിഷമങ്ങളും അനുഭവിച്ചിരുന്ന തൻ്റെ ജനത്തെ, ഇസ്രായേൽ ജനത്തെ ദൈവം കണ്ടു. തേനും പാലും ഒഴുകുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ നാട്ടിലേക്ക് അവരെ നയിക്കുവാനാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത് എന്നാണ് വചനത്തിൽ നമ്മൾ ഇപ്പോൾ വായിച്ചു കേട്ടത്. എൻ്റെ എല്ലാ അവസ്ഥകളെയും അറിയുന്ന ദൈവം, കാണുന്ന ദൈവം, സമയത്തിൻ്റെ തികവിൽ, കാലത്തിൻ്റെ പൂർണ്ണതയിൽ എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്നുള്ള വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് വളരുവാനായിട്ട് ഇന്നത്തെ ശുശ്രൂഷ നമ്മളെ ക്ഷണിക്കുകയാണ്. ദൈവം ഇടപെടും, 100% ഉറപ്പാണ് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് വളരുവാനായിട്ട് നമ്മളെ ക്ഷണിക്കുകയാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ വേദനകൾ കണ്ട് ദൈവം മോശയിലൂടെ അവരുടെ ജീവിതത്തിൽ ഇടപെട്ടു. സിനഗോഗിൽ കൈ ശോഷിച്ച വ്യക്തിയെ കണ്ട കർത്താവ് അവനെ ജനങ്ങളുടെ നടുവിലേക്ക് വിളിക്കുകയാണ്. നീ കടന്നു വാ മോനെ. മറ്റുള്ളവർ സാബത്ത് ദിവസം എന്ത് ചിന്തിക്കുമെന്ന് ഈശോ വിചാരിച്ചില്ല. രോഗശാന്തി നൽകിക്കഴിഞ്ഞാൽ ജനം എന്തു പറയുമെന്ന് ഈശോ ചിന്തിച്ചില്ല, വിചാരിച്ചില്ല. അതിനെക്കുറിച്ച് യാതൊരു രീതിയിലുള്ള കമൻറ്റുകളും ഈശോ പറയുന്നില്ല. ഈശോ ചെയ്ത വളരെ മനോഹരമായിട്ടുള്ള കാര്യം, കൈ ശോഷിച്ച വ്യക്തിയെ ഈശോ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി. ഹല്ലേലൂയ. കരമുയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഓരോ അവസ്ഥകളെയും അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാൻ ആയിരിക്കുക എന്നുള്ള ബോധ്യത്തോടെ ഇവിടെ ഇരിക്കുവാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. എന്നെ അറിയുന്നൊരു ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ ആയിരിക്കുവാനായിട്ട് ദൈവം എന്നെ വിളിച്ചിരിക്കുകയാണ്. ഒരു കാര്യം നമ്മൾ ചെയ്യണം. ചിലർ ചെയ്യുന്നത് വന്ന പാടെ തന്നെ എന്തെല്ലാം ഭാരങ്ങളായിട്ടാണോ അവർ കടന്നു വരുന്നത് അതേപോലെ തന്നെ അവർ തിരിച്ചും പോകും. ദൈവസന്നിധിയിൽ അത് ഇറക്കി വയ്ക്കുക.
ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഞാൻ ആരാധിച്ചു എൻ്റെ ദൈവത്തോട്. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ഞാൻ തുറന്നു പറഞ്ഞ് എൻ്റെ എല്ലാ വേദനകളും പ്രശ്നങ്ങളും ദൈവസന്നിധിയിൽ ഞാൻ അടിയറവ് വച്ചിട്ടുണ്ട്. എൻ്റെ ദൈവം ഇടപെടുമെന്നുള്ളൊരു ബോധ്യത്തോടെ ഇന്ന് കടന്നു പോകുവാനായിട്ട് ഈശോ ആഗ്രഹിക്കുകയാണ്. ദൈവം ഇടപെടും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. ശക്തമായിട്ട് കരങ്ങളടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കൈ ശോഷിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ കൈക്ക് ബലമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക, അല്ലേ? തളർച്ച സംഭവിച്ചിരിക്കുക. ഇതേപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പല മേഖലകൾ ഒരു തളർച്ചയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ടാകാം. ഒരുപക്ഷെ അതൊരു രോഗാവസ്ഥയായിരിക്കാം, കുടുംബത്തിലെ പ്രശ്നങ്ങളായിരിക്കാം, കുടുംബ സമാധാനമില്ലായ്മയായിരിക്കാം. ഏതെങ്കിലും അവസ്ഥകൾ ഇതേപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ ഇന്ന് വലിഞ്ഞു മുറുക്കുന്നുണ്ട് എങ്കിൽ, വേദനകൾ സമ്മാനിക്കുന്നുണ്ട് എങ്കിൽ, ദൈവം അത് കാണുന്നുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് ഈശോ നമ്മളെ ക്ഷണിക്കുകയാണ്. അങ്ങനെ എന്നെ കാണുന്ന എൻ്റെ ദൈവത്തിന് മുമ്പിലാണ് ഞാൻ ആയിരിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യത്തോടെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാനാണ് വചനം നമ്മളെ ഇന്ന് ക്ഷണിക്കുക. അങ്ങനെ ആ വ്യക്തിയെ കർത്താവ് അവിടെ മധ്യത്തിലേക്ക് വിളിച്ചു നിർത്തിക്കൊണ്ട് അവന് സൗഖ്യം നൽകുന്നതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. വചനം ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നതും ഇത് തന്നെയാണ്. എൻ്റെ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് കഴിയും. ഒന്ന് മാത്രം മതി, പൂർണ്ണമായ വിശ്വാസത്തോടെ ഞാൻ ദൈവസന്നിധിയിലായിരിക്കണം. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ ഈ കഴിഞ്ഞ 1 മണിക്കൂർ സമയമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ഈശോ നമ്മളെ ക്ഷണിക്കുകയാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഓരോ ശനിയാഴ്ചയിലെയും പ്രാർത്ഥനാ കൂട്ടായ്മ ഒരു ദൈവ അനുഭവമായിട്ട് മാറും. പ്രാർത്ഥന പ്രഹസനത്തിനുള്ളതല്ല, നേരെ മറിച്ച് അതൊരു വ്യക്തിപരമായ ബന്ധത്തിൻ്റെ സമയമാണെന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ദൈവം വഴി നടത്തുകയാണ്. ഈ വ്യക്തിബന്ധമായിട്ട് പ്രാർത്ഥന മാറുമ്പോൾ, വചന ശുശ്രൂഷ മാറുമ്പോൾ, ദിവ്യബലി അർപ്പിക്കൽ മാറുമ്പോൾ, വിശുദ്ധ കുംഭസാരം മാറുമ്പോൾ, പ്രിയമുള്ളവരെ, ദൈവവുമായിട്ടുള്ള ആഴമുള്ള ബന്ധമായിട്ട് എൻ്റെ ജീവിതം മാറുമ്പോൾ ഞാനും എൻ്റെ കുടുംബവും ചുറ്റുപാടുമുള്ളവരും എന്നിലൂടെ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിൻ്റെ അനുഗ്രഹം ഒഴുകുന്ന ഒരു ചാനലായിട്ട് ഞാൻ മാറും. ഹല്ലേലൂയ. ശക്തമായിട്ട് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. അപ്പോൾ ദൈവം നമ്മളെ വിളിക്കുന്നത് ഈ ഒരു ബോധ്യത്തിലേക്കാണ്. പ്രഹസനമല്ല, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, ദൈവവുമായിട്ടുള്ള ആഴമുള്ള ബന്ധത്തിൽ നിന്നുള്ളതായിട്ട് മാറട്ടെ എൻ്റെ വ്യക്തിപരമായ ജീവിതം. ആ ആഴമുള്ള ബന്ധത്തിൽ നിന്ന് എൻ്റെ ജീവിതം മാറുമ്പോൾ ജീവിതം ഒരു അനുഗ്രഹമായിട്ട് മാറും മറ്റുള്ളവർക്ക്. ഇന്ന് എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ചിന്തിക്കുവാനായിട്ട്. എൻ്റെ ജീവിതം എൻ്റെ ജീവിത പങ്കാളിക്ക്, മക്കൾക്ക് ഒരു അനുഗ്രഹമാണോ അതോ തലവേദനയാണോ? എൻ്റെ ജീവിതം എൻ്റെ ചുറ്റുമുള്ളവർക്ക് ഒരു അനുഗ്രഹമാണോ തലവേദനയാണോ? ദൈവം വിശുദ്ധ കൂദാശകൾ വഴി എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ എനിക്കൊരു കുടുംബം തന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചുവെങ്കിൽ, ദൈവം ഈ കുടുംബ ജീവിതത്തിലൂടെ ആഗ്രഹിക്കുന്നത് എൻ്റെ വ്യക്തിപരമായ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറണമെന്നുള്ളതാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. എൻ്റെ ജീവിതം ഇന്ന് മറ്റുള്ളവർക്ക് തലവേദനയാണ്, ഒരു അനുഗ്രഹമാണ്. ഞാൻ ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും ഒക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ കമ്മ്യൂണിറ്റി ലൈഫിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റി ലൈഫിനെ കുറിച്ച്, സമൂഹ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇപ്രകാരം പറഞ്ഞു വയ്ക്കാറുണ്ട്. നമ്മുടെ കൂടെയുള്ളവർക്ക് നമുക്കൊരു കോൺഫിഡൻസ് കൊടുക്കാനായിട്ട് പറ്റണം. ഐ ആം ഹിയർ, യു ഡോണ്ട് വറി.
ഞാൻ ഇവിടെയുണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ട എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. അത് ജീവിത പങ്കാളിക്ക്, പരസ്പരം, മക്കൾക്ക് മാതാപിതാക്കൾക്ക്, മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കണം. ഞാൻ ഇവിടെയുണ്ട്, ദൈവത്തിൻ്റെ കൃപ എന്നിലൂടെ നിങ്ങളുടെ ജീവിതത്തെ പൊതിയുമെന്നുള്ള ഒരു ബോധ്യം നമ്മുടെ കുടുംബങ്ങളിൽ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞത് മനസ്സിലായോ? ഹല്ലേലൂയ. ഇത് കരമുയർത്തി എന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈശോ നമ്മളെ ക്ഷണിക്കുക ദൈവത്തിൽ അങ്ങഴത്തിൽ വേരൂന്നിയുള്ള ഒരു ജീവിതത്തിന്, പ്രാർത്ഥനയുടെ മക്കളായിട്ട് മാറാനാണ്, അനുഗ്രഹമായിട്ട് മാറാനാണ്, ദൈവം തുന്നിച്ചേർത്ത് തന്ന ചിറകുകളുമായിട്ട് പരിധികളില്ലാതെ സന്തോഷത്തോടെ പറക്കാനാണ്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറാനാണ് ഈശോ നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. പരസ്പരം തൊട്ടുകൊണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റൊരു വചനം കൂടി വായിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ നിർത്തും. യോഹന്നാൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കേട്ട ഈ വചനങ്ങൾ നമ്മളെ ഫിൽട്ടർ ചെയ്യാൻ, കുറേ ബോധ്യങ്ങൾ തന്ന് നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. നമ്മളിലുള്ള അഴുക്കിനെ എല്ലാം ഫിൽട്ടർ ചെയ്ത് കളയാൻ തക്ക രീതിയിൽ ദൈവം ഇന്നത്തെ ശുശ്രൂഷയിലൂടെ നമ്മളെ ഒത്തിരി അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ വേണ്ടാത്തതിനെല്ലാം നമ്മൾ കളഞ്ഞ് ഈ തുടർന്നുള്ള ആരാധനയിൽ നമ്മൾ പങ്കെടുക്കണം. അങ്ങനെ നമ്മൾ വേണ്ടാത്തതിനെല്ലാം കളഞ്ഞ് ദൈവത്തിൻ്റെ വചനത്താൽ നിറയപ്പെട്ട് ഒരു വ്യക്തിയെ ഞാൻ തൊടുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുക? മേഡം ഇവിടെ ഉണ്ടോ? അത്ഭുതം സംഭവിക്കും. ദൈവത്തിൻ്റെ കൃപയൊഴുകും. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവ വചനത്തിൻ്റെ ഒരു നിറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ, തുടർന്നുള്ള ആരാധന സൗഖ്യത്തിൻ്റെയും ആത്മീയമായ ഒരു ഉണർവിൻ്റെയും ആരാധനയായിട്ട് മാറുവാൻ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി കൃപകളാൽ നിറയുവാനായിട്ട് ഈ മണിക്കൂറിൽ നമുക്ക് സമർപ്പിക്കാം. ദൈവം നമ്മെല്ലാവരെയും ഇന്നത്തെ ശുശ്രൂഷയിലൂടെ അനുഗ്രഹിക്കട്ടെ. കരങ്ങളടിച്ച് പാടി ദൈവത്തെ മാതപ്പെടണം. ശക്തിയുടെ കരങ്ങളടിച്ച് ആടിപ്പാടി ദൈവത്തെ മാതപ്പെടട്ടെ. ശക്തിയോടെ കരങ്ങളടിച്ച് ഈശോയെ നോക്കിക്കൊണ്ട് ആരെയും ശ്രദ്ധിക്കേണ്ട, ഈശോയെ നോക്കട്ടെ. ശക്തിയോടെ കരമടിച്ച്, ശക്തിയോടെ പവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. പാപത്തിന്റെ ശാപത്തിന്റെ കെട്ടുകൾ ഈ ആരാധനയിലൂടെ അഴിയട്ടെ. തലമുറകളായി കുടുംബങ്ങളെ ഭരിക്കുന്ന ശാപ രോഗ ബന്ധനങ്ങളുടെ കെട്ടുകൾ നസറായന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ നിമിഷം അഴിയട്ടെ. കുടുംബങ്ങളിൽ സമാധാനം വ്യാപരിക്കട്ടെ. വ്യക്തി ജീവിതങ്ങളെ അവിടുത്തെ തിരുരക്തത്തിന്റെ അഭിഷേകത്താൽ മുദ്രണം ചെയ്യട്ടെ. സകല പാപ കറകളിൽ നിന്ന് വ്യക്തി ജീവിതങ്ങളെ, കുടുംബങ്ങളെ, തലമുറകള് രക്ഷിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു നാമത്താൽ അനുഗ്രഹിക്കപ്പെട്ടെ. ശാപരോഗ ബന്ധനങ്ങളെ ഈ ആരാധനയിലൂടെ ഈശോ എടുത്തു മാറ്റട്ടെ. സൗഖ്യം നൽകട്ടെ. കുടുംബങ്ങളെ ഈശോ വിശുദ്ധീകരിക്കട്ടെ. സമാധാനം നൽകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ചു വീണ്ടും പാടി പ്രാർത്ഥിക്കട്ടെ. നൂറ്റാണ്ടിൽ നിന്ദാസ് കങ്കുസിൻ മാളികയിൽ, അതിമനൂറ്റാണ്ടിൽ നിന്ദാസ് കങ്കുസിൻ മാളികയിൽ, അതിമനൂറ്റാണ്ടിൽ നിന്ദാസ് കങ്കുസിൻ മാളികയിൽ. നിന്നാമി പകർന്നപ്പോൾ നിന്ദാസമധ്യത്തിൽ, നിന്നാമി പകർന്നപ്പോൾ നിന്ദാസമധ്യത്തിൽ നിൻ ശക്തി അയച്ചിടുക. നിന്നെ ഇന്ന് ആത്മാവിൽ ആരാധിക്കും. ശക്തിയോടെ നിൻ ശക്തി അയച്ചിടുക. നിന്നെ ഇന്ന്
ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്ക് യോഗ്യനെ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനെ ആരാധിച്ചിടുന്നിതാ. ഒരിക്കൽ കൂടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മാവിന്റെ വലിയ നിറവിനായിട്ട് ദാഹിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ മഹത്വം മഹത്വം മഹത്വം. കൃപയൊഴുകട്ടെ കൃപയൊഴുകട്ടെ. അഭിഷേകം ഒഴുകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ. ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് നമുക്കൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ദിവ്യകാരുണ്യനാഥ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ദിവ്യകാരുണ്യനാഥ, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണല്ലോ ഈ ദിവ്യകാരുണ്യം. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ നിയോഗങ്ങളിലേക്കും സ്വർഗത്തിന്റെ വാതായനങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നൽകണമേ. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. തലമുറകളിലേക്ക് ഈ ആരാധനയിലൂടെ അനുഗ്രഹം വർഷിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന ഈ ലോകത്തിന്റെ പാപമേഖലകൾ ശാപമേഖലകൾ ബന്ധനങ്ങൾ ഈ ആരാധനയിലൂടെ എടുത്തു മാറ്റണമേ. കാൽവരിയിലെ കുരിശിൽ അങ്ങ് ചിന്തിയ തിരുരക്തത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളെ എല്ലാവരെയും ഞങ്ങളുടെ ശിരസ്സു മുതൽ പാദം വരെ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകണമേ. സൗഖ്യം നൽകണമേ. സൗഖ്യം നൽകണമേ. സൗഖ്യം നൽകണമേ. വിടുതൽ നൽകണമേ. വിടുതൽ നൽകണമേ. വിടുതൽ നൽകണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സ്വർഗീയമായ സന്തോഷവും സമാധാനവും നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കണമേ. കടബാധിതയിലായിരിക്കുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും ഈ ആരാധനയിലൂടെ അനുഗ്രഹിക്കണമേ. കടബാധിതകൾ മാറ്റി സമൃദ്ധിയിലേക്ക് അവരെയും അവരുടെ കുടുംബങ്ങളെയും തലമുറകളെയും നയിക്കണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഭവനങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളെ ഈ ആരാധനയിൽ സമർപ്പിക്കുന്നു. സങ്കീർത്തനം 34:7 വചനത്തിന്റെ അഭിഷേകത്തോട് ചേർത്ത് വെച്ച് മുദ്രണം ചെയ്യുന്നു.
അങ്ങയുടെ കാവൽ ദൂതന്മാരെ അയച്ചുകൊണ്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സംരക്ഷണം നൽകണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയാ കഴുകേണം എന്നെയും പൊന്നുകർത്താവേ. നമ്മുടെ കുടുംബങ്ങളെ ഈ ആരാധനയിൽ ഒരിക്കൽ കൂടി നമുക്ക് സമർപ്പിക്കാം. സമാധാനമില്ലാതെ വിഷമിക്കുന്ന കുടുംബങ്ങൾ, വഴിതെറ്റിപ്പോയ മക്കള്, കടബാധിത മൂലമുള്ള പ്രശ്നങ്ങൾ, ജീവിത പങ്കാളികൾ തമ്മിലുള്ള സ്വരച്ചേർച്ചകൾ, പരസ്പരം പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, പൊരുത്തപ്പെട്ടു പോകാനായിട്ട് സാധിക്കുന്നില്ല. ഈശോയെ, വിവാഹം എന്ന കൂദാശയിലൂടെ അങ്ങാണല്ലോ കുടുംബജീവിതം നൽകി അവരനുഗ്രഹിച്ചത്. അങ്ങയുടെ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിന്ന് തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അങ്ങയോട് ചേർന്ന് നിർവഹിക്കുവാൻ ഓരോ കുടുംബജീവിതം നയിക്കുന്ന വ്യക്തികളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട ബന്ധങ്ങളായിട്ട് കുടുംബ ബന്ധങ്ങൾ മാറുവാനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ നേരെ കരങ്ങൾ നീട്ടി ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാം. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയാ എന്നെയും പൊന്നുകർത്താവേ. നമുക്ക് ഈ ആലയത്തെ, ഈ വചനകൂടാരത്തെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അനേകം മക്കള് ഈ വചനകൂടാരത്തിലേക്ക് കടന്നു വന്ന് വചനം കേട്ട് അവർ കടന്നു ചെല്ലുന്ന ദേശങ്ങൾ അവരിലൂടെ അനുഗ്രഹിക്കപ്പെടുവാൻ ഈ ഒരു ദേശത്ത് ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ, വചനകൂടാരത്തെ അനുഗ്രഹിക്കണമേ എന്ന് ഈ ആരാധനയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ പരസ്യജീവിതകാലത്ത് പല ഭവനങ്ങളിലേക്ക് കടന്നു ചെന്നു, പല വ്യക്തികളുടെ ജീവിതങ്ങളെ സ്പർശിച്ചു. ഇവിടെയുള്ള ഓരോ ശുശ്രൂഷകളും കടന്നു വരുന്ന ഓരോ വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും സ്പർശിക്കുന്നതായിട്ട് മാറുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദേശത്തിന്, ഈ സമൂഹത്തിന്, ഇവിടെയുള്ള കുടുംബങ്ങൾക്ക് ഈ ഒരു പ്രാർത്ഥനാലയം അനുഗ്രഹപ്രദമാക്കി കൂടുതലായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ തിരുരക്തത്തിൻ്റെ അഭിഷേകത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ നീട്ടി നമുക്കൊന്ന് പാടി പ്രാർത്ഥിക്കാം. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയാ കഴുകേണമെന്നെയും പൊന്നുകർത്താവേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. Hallelujah, 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 Hallelujah. hallelujah, 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 hallelujah. Hallelujah. Hallelujah, 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 Hallelujah. hallelujah, 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 hallelujah,
ഹല്ലേലൂയ 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 ഹല്ലേലൂയ